പാർട്ടി ശക്തമായ ഇടപെടൽ നടത്തും. മറ്റു പഞ്ചായത്തുകളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വാണിമേലിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ളത്. എത്ര തന്നെ രൂക്ഷമായി DCC സെക്രട്ടറി ഈ കാര്യങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാലും വസ്തുത നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ടറിയാം. അത് പ്രാദേശിക നേതൃത്വത്തിന്റെ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധിക്കാരപൂർവമായ പെരുമാറ്റമാണെന്ന് വീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഈ പഞ്ചായത്തിലെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമായ സീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കുവാനുള്ള സീറ്റിന്റെ അവകാശത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു ധിക്കാരമായൊന്നും കാണാൻ പാർട്ടിക്ക് സാധ്യമല്ല. പരമാവധി അവിടെ ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നത് UDF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സിറ്റിംഗ് സീറ്റായ വേർക്കടവ് വാർഡ് അവർക്ക് കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. എക്സ്ട്രാ ഒരു വാർഡ് ചോദിച്ചപ്പോഴാണ് കോൺഗ്രസും ലീഗ് ചർച്ച പാളിപ്പോയത് എന്നാണ് കോൺഗ്രസിന്റെ വാദം. കൂടിയ സീറ്റ്, കാരണം നേരത്തെ 15 ആയിരുന്ന വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡ് അധികരിച്ച് 16 ആയി. ആ കൂടിയ വാർഡാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്, ഈ രണ്ട് വാദങ്ങളെ കുറിച്ച്? കോൺഗ്രസും ലീഗും തമ്മിലുള്ള വാണിമേൽ പഞ്ചായത്തിലെ ചർച്ച UDFന്റെ ജില്ലാ നേതൃത്വം വരെ ഇടപെട്ട ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ്. ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക് തർക്കമുണ്ടെങ്കിൽ ആ തർക്കം പരിഹരിക്കുവാൻ ആവശ്യമായ നീക്കുപോക്കുകൾ നടത്താമെന്നാണ് പറഞ്ഞത്. അതാണ് വർദ്ധിച്ചു വന്ന വാണിമേലിലെ സീറ്റിനെ കുറിച്ച് ആദ്യമേ തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിക്കപ്പെടാൻ സാധിക്കാതെ മുമ്പോട്ട് പോയി. അതാണ് ഈ പ്രാദേശികമായ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വാണിമേലിലെ നേതൃത്വത്തിന് അത് പരിഹരിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോയപ്പോൾ സ്റ്റേറ്റ് UDF എടുത്ത തീരുമാനം വളരെ കൃത്യമായി നടപ്പിലാക്കുവാനുള്ള കർശനമായ നിർദ്ദേശമാണ് UDFന്റെ ജില്ലാ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം കൊടുത്ത ആ കർശന നിർദ്ദേശവും പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ബാധ്യസ്ഥരാണ് പാർട്ടി കമ്മിറ്റികൾ, പാർട്ടി താഴെക്കടയുള്ള കമ്മിറ്റികൾ. അങ്ങനെ പോകുവാൻ പാർട്ടി തീരുമാനിക്കും. അതിൽ നിന്നും ആരും വ്യതിചലിച്ചു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി കൊടുത്ത നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് വാണിമേലിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വളരെ പരസ്യമായിട്ട് തന്നെ പത്രങ്ങളിലൂടെ അറിയിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് എന്താണ്? പ്രാദേശിക നേതാക്കന്മാർ അംഗീകരിക്കാത്തത് പാർട്ടി ജില്ലാ നേതൃത്വം എടുത്ത തീരുമാനം നടപ്പിലാക്കാത്തവർ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവന ഇറക്കിയ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാവും. തീർച്ചയായും അത് പരിശോധിച്ച് നടക്കും. ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ ഹരിദാസനാണ്. വ്യക്തികളല്ല, ആരായാലും അതിനെക്കുറിച്ച് പാർട്ടി താല്പര്യത്തിന് വിരുദ്ധമായി പാർട്ടി സ്ഥാനത്ത് നിന്നുകൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പാർട്ടി നടപടിയെടുക്കും. ശക്തമായ നടപടി എടുക്കും. നാദാപുരം നിയോജക മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ UDFന്റെ സീറ്റ് ചർച്ചകൾ അതിവേഗം വളരെ കൃത്യമായിട്ട് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കണം വാണിമേലിനെ മാത്രം ജില്ലാ കമ്മിറ്റി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും എത്തിപ്പെടാനുള്ള കാരണം? വാണിമേലിൽ മാത്രമല്ല, പല പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ അവസാനമായി ജില്ലാ UDF നേതൃത്വം ഇടപെട്ടിട്ടാണ് പലതും തീർത്തത്. വാണിമേൽ മാത്രമല്ല, നാദാപുരം നിയോജക മണ്ഡലത്തിലെ കാവിലുംപാറ ഘടകകക്ഷികളുടെ തർക്കമുണ്ടായിരുന്നു, തർക്കം പരിഹരിച്ച് മുമ്പോട്ട് പോയി. അതുപോലെ മരുതോങ്കരയുടെ തർക്കമുണ്ടായിരുന്നു, അത് പരിഹരിച്ച് മുമ്പോട്ട് പോയി. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കുകയും വാണിമേലെ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ രണ്ട് പാർട്ടികളും വളരെ അവരുടെ വാദങ്ങൾ ഉറച്ചു വന്നപ്പോൾ അത് കുറച്ച് വൈകിപ്പോയി എന്നല്ലാതെ മറ്റതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നുന്നില്ല. പലപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യം, വാണിമേലിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ അന്ധമായ ലീഗ് വിരോധമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ്. അതിനുവേണ്ടി ലീഗുകാർ പറയപ്പെടുന്ന ഒരു പ്രധാന വാദഗതി തന്നെ വാണിമേലിലെ കോൺഗ്രസിലെ ചില ആര്യാടന്മാരുടെ പ്രവർത്തനമാണ് ഇതിനൊക്കെ കാരണം എന്നാണ്. അതിനെക്കുറിച്ച് ഇതൊക്കെ ബാഹ്യമായി പറഞ്ഞ് നടക്കുന്നതല്ലാതെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസിലെ ഒരു നേതാവിനെ കുറിച്ച് മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് കോൺഗ്രസിലോ കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസിന്റെ അനുഭാവികൾക്കോ യാതൊരു തർക്കവുമില്ല. പിന്നെ അതൊക്കെ വെറുതെ ബാലിശമായി പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്കറിയാം ആര്യാടെ മുസ്ലിം ലീഗ് ആത്മീയ നേതാവ് എന്നുള്ള പരാമർശത്തെക്കുറിച്ച് നടത്തിയ വാക്തർക്കം ഏറ്റവും കൂടുതൽ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചത് നാദാപുരത്തും വാണിമേലിലുമായിരുന്നു. നാദാപുരത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം ഉണ്ടായി. വാണിമേലിൽ സ്ഥാപിച്ച സ്തൂപം ലീഗ് പ്രവർത്തകർ തകർത്തു. ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ കോൺഗ്രസ് ലീഗ് ചർച്ചയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ നാദാപുരം നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിലും നേതൃത്വപരമായി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അന്ന് തന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം പറഞ്ഞ് അവസാനിപ്പിക്കുകയും പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ പല രീതിയിൽ പല വിഷയത്തിലും വരാൻ സാധ്യത. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് പോലും ഉണ്ടാകാത്ത പ്രതിഷേധത്തിന്റെ ജ്വാല നാദാപുരത്തും വാണിമേലും ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കണം അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ കുറച്ച് പ്രവർത്തകന്മാർക്ക്
അവരുടെ വികാര പ്രകടിപ്പുണ്ടായി. അതിനനുസരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള വികാര പ്രകടിപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ ഓഫീസോ വീടുകളിലും നേരെ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. തിരിച്ച് ലീഗാണ് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും കോൺഗ്രസിന്റെ സ്തൂപങ്ങൾക്ക് നേരെയും അക്രമം നടത്തിയത്. അല്ല, ഒരു അക്രമം നടന്നപ്പോൾ അതിന് തിരിച്ചാക്രമിക്കുക എന്ന് കോൺഗ്രസ് നിലപാടും കോൺഗ്രസ് ലൈനുമല്ല. അക്രമം നടന്നപ്പോൾ ലീഗിന് നേതാക്കന്മാരെ വിവരമറിയിക്കുകയും മാത്രമല്ല ലീഗുമായി ഒരു മുന്നണി ബന്ധം നിലനിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ വളരെ ശക്തമായി അവരോട് പ്രതിഷേധം അറിയിക്കുകയും അതിനെക്കുറിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായാണ് DCC സെക്രട്ടറിയായി താങ്കൾ പറയുന്നത്. ഒരിക്കലും വീഴ്ചയായിട്ടില്ല. ലീഗിനോടൊപ്പം കോൺഗ്രസിനും ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള പരാമർശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് പ്രാദേശിക പ്രവർത്തകന്മാർക്ക് താത്കാലിക വികാരത്തിലുണ്ടായ ഒരു പ്രശ്നം മാത്രമല്ലാതെ അതിൽ ബേസിക്കലി അടിസ്ഥാനപരമായി ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാർ ഈ നിയോജകമണ്ഡലത്തിലോ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ജില്ലയിലോ അക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് മുന്നണി സംവിധാനം മുമ്പോട്ട് പോയിട്ടുണ്ട്. അല്ല, നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിലും അണികൾക്കിടയിൽ രൂഢമൂലമായി കേൾക്കുന്ന കോൺഗ്രസ് ലീഗ് ബന്ധത്തിലെ വിള്ളൽ, അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് ലീഗ് ബന്ധത്തെക്കുറിച്ച് വലിയ വിള്ളലൊന്നും വാണിമൽ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ നിയോജകമണ്ഡലത്തിലിടയില്ല. അതുണ്ട് എന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുക. നമുക്കറിയാം, ഇന്നലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് തല പ്രവർത്തനോദ്ഘാടനം നടത്തിയ സി മോയിൻകുട്ടി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ വളരെ രൂക്ഷമായ രീതിയിൽ എന്ന് പറയാവുന്ന ഒരു പ്രസംഗം തന്നെയാണ് നടത്തിയത്. ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസും ലീഗും തമ്മിൽ ഒന്നിച്ച് മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് ചെയ്ത നിലപാട് ശരിയല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പരസ്യ പ്രസ്താവനയും പ്രസംഗവും നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മമ്മൂട്ടിയുടെ ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. സി മോയിൻകുട്ടിയുടെ ആ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ ഏത് സന്ദർഭത്തിലാണത് പറഞ്ഞതെന്നും എനിക്കറിയില്ല. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് സി മോയിൻകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ലീഗ് ബന്ധങ്ങളെക്കുറിച്ചും വാണിമേൽ രണ്ടും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ചും പരസ്യമായിട്ട് തന്നെ രീതിയിൽ ഇവിടെ അങ്ങാടിയിൽ നിന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. അങ്ങനെ മുസ്ലിം നേതൃത്വം പറയും, മുസ്ലിം നേതാക്കന്മാർ പറയും എന്ന വിശ്വാസം എനിക്കില്ല. ഏതായാലും ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ഒരിക്കലും ഒരു മുന്നണി ബന്ധത്തിന് യോജിച്ചതല്ല. അതാണ് അതിന്റെ മുന്നണി ബന്ധം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്നണി ബന്ധത്തിന് യോജിച്ച രീതിയിലല്ല ആര് പറഞ്ഞാലും അത് എന്നാണ് എനിക്ക് ഒക്കാത്ത പറയുന്നത്. അങ്ങനെയാണെങ്കിലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന രീതിയിലേക്കല്ലേ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കളും എത്തുന്നത്? കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പറഞ്ഞത് തെറ്റാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രാദേശിക നേതൃത്വം കോൺഗ്രസിന് വേണ്ടി ആവശ്യമായ സീറ്റിന്റെ കാര്യത്തിലാണ് തർക്കമുണ്ടായത്. ആ തർക്കത്തിൽ രമ്യമായ പരിഹാരത്തിലെത്തുവാൻ പ്രാദേശിക തലത്തിൽ സാധിക്കാത്തതുകൊണ്ടാണ് സംസ്ഥാന UDF നേതൃത്വം പറഞ്ഞ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നേതൃത്വം നിർദ്ദേശം കൊടുത്തത്. ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോയത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ കോൺഗ്രസ് സ്തൂപങ്ങൾക്ക് നേരെയുള്ള അക്രമവും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുള്ള അക്രമവും ഒരു കാരണമായിട്ടുണ്ടോ അല്ലെ ഒരു നിമിത്തമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ അന്നേ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെ പോലും ബോധ്യപ്പെടുത്തി അതിൽ വന്ന വീഴ്ചകളും തെറ്റുകളും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പ്രവർത്തകന്മാർക്ക് പറ്റിയ വീഴ്ചകൾ അവർ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഉണ്ടാവരുത് എന്ന് പാർട്ടി അണികൾക്ക് നിർദ്ദേശവും മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തീർത്തത്. അത്തരം ഒരു വൈകാരികമായ ഒരു അകൽച്ച ഈ സംഭവത്തിന്റെ പിന്നിലില്ല. ഇത് തികച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കോൺഗ്രസിന് ഈ പഞ്ചായത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നിന്ന് താഴോട്ട് പോകാൻ തയ്യാറായതുകൊണ്ട് ഇവിടെ വെച്ച് ചർച്ച അവസാനിക്കാൻ സാധിക്കാതെയും അവസാനം അന്തിമമായി സംസ്ഥാന UDF നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇവിടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. പ്രാദേശിക നേതൃത്വത്തിന്റെ ഈ വാദങ്ങൾ കയമ്പുണ്ട് എന്ന് ആണോ താങ്കളുടെ അഭിപ്രായം? പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് തീർച്ചയായും കഴമ്പുണ്ടാവും. കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ മുന്നണി എന്ന രീതിയിൽ ഇവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രാദേശിക നേതൃത്വത്തിന് ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചത് തെറ്റൊന്നുമല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അത് കൊടുക്കാതിരുന്നത് കഴിഞ്ഞ തവണ അവർ ജയിച്ച സീറ്റ് എന്ന രീതിയിൽ സ്റ്റാറ്റസ് കോ ഉണ്ട് എന്ന രീതിയിലാണ്. അത് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. കോൺഗ്രസ് ലീഗ് ഭിന്നിപ്പ്, മാനസികപരമായ അകൽച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല? ഒരിക്കലും പ്രതിഫലിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത് പൂർണ്ണമായി പ്രതിഫലിക്കാൻ പോകുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പ് ഇതിനൊക്കെ വളരെ വ്യക്തമായ ഒരു പരിഹാരം പാർട്ടി നേതൃത്വം ഇടപെട്ട് പാർട്ടി പ്രവർത്തകന്മാരിലും പാർട്ടി ഭാരവാഹികളിലും പാർട്ടി അണികളിലും അതിന്റെ സന്ദേശം കൊടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള പ്രവർത്തനം കോൺഗ്രസ് പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഫോർമുല? ഫോർമുലയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച 15 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുവാൻ ഈ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന് പാർട്ടി പ്രവർത്തകന്മാർക്ക്
പാർട്ടിയോടും മുന്നണിയോടും സ്നേഹമുണ്ടെങ്കിലും പാർട്ടിയോടും മുന്നണിയോടും അവരുടെ വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് അവരെ ഈ സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ ആരെങ്കിലും അങ്ങനെ പുറത്ത് ഇതിൽ വിഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അത് അന്തിമമായി കോൺഗ്രസിനല്ലേ നഷ്ടം ചെയ്യുക? കോൺഗ്രസിന് ഈ മുന്നണി സംവിധാനത്തിൽ ലാഭനഷ്ടങ്ങളുടെ കണക്കല്ല. കോൺഗ്രസിന് ഈ മുന്നണി സംവിധാനം നിലനിൽക്കണം. അപ്പോൾ ചിലപ്പോൾ താത്കാലികമായ നഷ്ടമുണ്ടായിട്ടുണ്ടാകാം. മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ മുന്നണി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയിലെ ഏത് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് മറു പാർട്ടി മത്സരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ത്യാഗം സഹിക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാണിമേലിൽ മുസ്ലിം ലീഗ് ആയിരിക്കണ്ടേ? കാരണം പഞ്ചായത്ത് ബോർഡ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ സാധ്യതയും മുസ്ലിം ലീഗാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനേക്കാൾ ത്യാഗം സഹിച്ച് സീറ്റ് വിട്ടുകൊടുക്കേണ്ടത് മുസ്ലിം ലീഗല്ലേ? തീർച്ചയായും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ പലപ്പോഴും അതിന് വില കൊടുക്കുന്നതും അതിന് തീരുമാനമുണ്ടാക്കുന്നത് കോൺഗ്രസ് ആണ്. ചില പ്രാദേശികമായി ഇപ്പോൾ നാദാപുരത്ത് നിയോജകമണ്ഡലത്തിലെ വാണിമൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളതുകൊണ്ട് അവരായിരുന്നു ആ ഒരു തീരുമാനത്തിൽ ഒരു അനുനയത്തിലെത്തുവാൻ കൂടുതൽ ശ്രമിക്കേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചെക്കിയാട് വർദ്ധിച്ച സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ടുണ്ട് ലീഗ്. നാദാപുരത്ത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ 2ാം വാർഡ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. വാണിമേൽ ഒരു ശക്തമായ നിലപാടുമായി മുസ്ലിം ലീഗ് മുമ്പോട്ട് പോകാൻ എന്തായിരിക്കണം കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDFിൽ മത്സരിച്ച് 8 സീറ്റ് വിജയിച്ച മുസ്ലിം ലീഗ് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി 7 സീറ്റിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും മത്സരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടായ ബുദ്ധിമുട്ട് പ്രകാരം അത് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് സാധിച്ചില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ മറ്റ് വർദ്ധിച്ച സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്, ലീഗിന് കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് മുസ്ലിം ലീഗ് ഈ പഞ്ചായത്തിലെ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ആ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതുകൊണ്ട് മുന്നണി സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടായി. മറ്റ് ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് മുസ്ലിം ലീഗ് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. വർദ്ധിച്ച സീറ്റുകൾ പല സ്ഥലത്തും കോൺഗ്രസ് വളരെ ആവേശപൂർവ്വം ചോദിച്ചു വാങ്ങുകയും മുന്നണി സംവിധാനത്തിന്റെ മര്യാദ കൊണ്ട് ലീഗിന് അത് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തു പറഞ്ഞാലും വാണിമേൽ ഈ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ തന്നെ മുസ്ലിം ലീഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായിരിക്കണം അതിന് പിന്നിലുള്ള ചേതോവികാരം? അങ്ങനെ വാണിമേൽ മാത്രം മുസ്ലിം ലീഗും കോൺഗ്രസുമായി ഒരു പ്രശ്നമൊന്നും ഉണ്ട് എന്നിരിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഐക്യജനാധിപത്യവും മുസ്ലിം ലീഗും കോൺഗ്രസും വളരെ ഐക്യത്തോടുകൂടി നടത്തിയ ഭരണമാണ്. ആ സംവിധാനത്തിലൊന്നും UDFിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ അവസാനമായി വാണിമൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി 2 വേർപെട്ട പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വാണിമൽ ഭാഗത്ത് കോൺഗ്രസിന് ആവശ്യമായ സീറ്റ് ലഭിച്ചില്ല എന്ന വിശ്വാസം കൊണ്ടാണ് മാത്രമാണ് ഇതിൽ ഇങ്ങനെയൊരു തർക്കമുണ്ടാകുന്നത്. മറ്റ് ഒരു അടിസ്ഥാനപരമായി ഈ തർക്കങ്ങൾക്ക് യാതൊരു കാരണവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നാദാപുരം മേഖലയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞു. പിന്നെ എടച്ചേരി ഡിവിഷൻ ഇതിൽ ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവായിരുന്ന താർത്ത് ഉണ്ണികൃഷ്ണൻ നമ്പ്യാറായിരുന്നു. അതിൻ്റെ ഡമ്മിയായിട്ട് കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM രഘുനാഥൻ. അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ കൊയിലാണ്ടി സ്വദേശിയായ ഒരാൾ രംഗപ്രവേശനം ചെയ്തു. ഈ രീതിയിൽ സ്ഥാനാർത്ഥികളെ തിരിച്ചും മറിച്ചും മാറ്റുന്നത് UDFിന്റെ സാധ്യതകളെ വളരെ സ്വാധീനിക്കില്ലേ? പ്രത്യേകിച്ച് എടച്ചേരി പോലുള്ള സ്ഥലത്ത് അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ. UDF ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളാകേണ്ടതെക്കുറിച്ച് പാർട്ടി കീഴ്ഘടകങ്ങൾ കൊടുത്ത നിർദ്ദേശം അത് പരിശോധിക്കുകയും വിലയിരുത്തുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പുറത്തുനിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിൽ അങ്ങനെ ഒരാൾ മത്സരിക്കുന്നതിന്